ലൈഫ് ലൈൻ കേരള ട്രസ്റ്റ് ഹൈബി ഈഡൻ MP ഉദ്ഘാടനം ചെയ്തു. ചാരിറ്റബിൾ ട്രസ്റ്റ് ആക്ട് അടിസ്ഥാനത്തിൽ രൂപീകരിച്ച ഈ ട്രസ്റ്റിലെ അംഗങ്ങൾ തന്നെ സമാഹരിക്കുന്ന ചെറിയ പണം കൊണ്ട് ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്താൻ ഭാവിയിൽ കഴിയും. അങ്ങനെ ഒരു സംരംഭത്തിന് നേതൃത്വം കൊടുക്കുന്ന ഈ പരിപാടിയിൽ തീർച്ചയായിട്ടും പങ്കെടുക്കണം എന്നുള്ള ഒരു ഉദ്ദേശം കൂടിയുണ്ടായിരുന്നു. കാരണം ജനപ്രതിനിധിയായി പ്രവർത്തിക്കുന്ന ഇവിടെ വേദിയിലിരിക്കുന്ന എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും അതിന് പ്രതിനിധാനം ചെയ്യുന്ന ആളുകൾക്കും എല്ലാവർക്കും അറിയാം, സർക്കാരുകൾക്കോ തദ്ദേശീയ സ്ഥാപനങ്ങൾക്കോ മാത്രം ഒരിക്കലും ഈ പ്രവർത്തനങ്ങൾ ക്രോഡീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. കാരണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുണ്ട്, പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുണ്ട്, അതുപോലെ തന്നെ പ്രാദേശികമായി തദ്ദേശ സ്ഥാപനങ്ങളും ജനപ്രതിനിധികളും ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്താറുണ്ട്. പക്ഷെ പല സങ്കീർണമായ പ്രതിസന്ധി നിറഞ്ഞ രോഗാതുരമായ ഭവനം പൂർത്തീകരിക്കാൻ സാധിക്കാത്ത അങ്ങനെ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒരുപാട് ചാരിറ്റബിൾ ട്രസ്റ്റുകളുടെ വലിയ പിന്തുണ സാധാരണക്കാർക്ക് വലിയ ആശ്വാസം പകരാറുണ്ട്. ട്രസ്റ്റ് ചെയർമാൻ ബിജു വർഗീസ് അധ്യക്ഷത വഹിച്ചു. കുറച്ചുകാലം മുമ്പ് ഇങ്ങനെ ഒരു ആശയം ഞങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ ഇത് ഇങ്ങനെ ഒരു രൂപത്തിലേക്ക് എത്തിക്കാൻ പറ്റും എന്ന് ഞങ്ങൾ വിശ്വസിച്ചിട്ടില്ല. എങ്ങനെയാണ് ആളുകൾക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, നമുക്കറിയാം പേപ്പറായാലും നമ്മൾ ന്യൂസ് ചാനൽ തുറന്നാലും ആളുകളെ എങ്ങനെ ആരൊക്കെ പറ്റിച്ചു എന്ന റിപ്പോർട്ടുകളാണ് നമ്മൾ ഇപ്പോൾ നിരന്തരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ അങ്ങനെ പറ്റിച്ചു, ഇവിടെ ഇങ്ങനെ പറ്റിച്ചു, കുറേ ട്രക്ക് പിടിച്ചു, കുറേ NDM പിടിച്ചു, കുറേ ആളുകൾ. ഇതാണ് നമ്മൾ നിരന്തര വാർത്തകളിൽ നമ്മളുടെ മനസ്സിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്താണ് എൻ്റെ രണ്ട് സുഹൃത്തുക്കളായിട്ടുള്ള ശ്രീ ലെനിനും, അദ്ദേഹം മാനേജിംഗ് ട്രസ്റ്റിയാണ്, വിനീത് നമ്മളുടെ മറ്റൊരു ട്രസ്റ്റിയാണ്, ചേർന്നിട്ട് എന്നോട് ഒരിക്കൽ ചോദിക്കേണ്ടായി. ഞങ്ങൾ 1-2 മീറ്റിങ്ങുകൾ കൂടി. പക്ഷേ ഇതെങ്ങനെ നമ്മൾക്ക് ജനങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന രീതിയിലുള്ള ഒരു സ്ഥാപനമാക്കി ഇതിനെ മാറ്റാൻ കഴിയും എന്ന് എങ്ങനെയെങ്കിലും ഒന്ന് വർക്കൗട്ട് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ എനിക്കും ആദ്യം തോന്നിയത് ഇത് നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ന് ഞാൻ വിശ്വസിച്ചില്ല. അപ്പോൾ എവിടെയെങ്കിലും നമുക്കിതിന് തുല്യമായിട്ട് നമ്മൾ മനസ്സിൽ പ്ലാൻ ചെയ്യുന്നത് പോലെ ചെയ്യാൻ എന്തെങ്കിലും മാതൃകകളുണ്ടോ എന്ന് ഞങ്ങൾ അന്വേഷിക്കേണ്ടത്. ഈ അന്വേഷണത്തിൽ ഇവിടെ ഫോട്ടോഗ്രാഫേഴ്സ് യൂണിയൻ മനോഹരമായിട്ട് ഇതുപോലത്തെ സെയിം ലക്ഷണങ്ങളുള്ള ഒരു സ്ഥാപനം നടത്തുന്നതായിട്ട് നമ്മൾ അറിഞ്ഞു. അവരിൽ നിന്ന് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുകയും ഇന്നത്തെ അവരുടെ അവസ്ഥയിൽ ചെറിയ രീതിയിൽ തന്നെ തുടങ്ങിയതാണ്. ഇന്നത്തെ അവരുടെ അവസ്ഥയിൽ അതിൽ അംഗമായിട്ടുള്ള യൂണിയൻ മെമ്പേഴ്സിന് മാത്രമാണ്. അതിൽ അംഗമായിട്ടുള്ള ഗൃഹനാഥൻ മരിക്കുകയാണെങ്കിലും 8 ലക്ഷം രൂപ വരെ അതിലേക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ആ സ്ഥാപനം ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. ഇത് നമ്മൾക്ക് ഈ വാർത്ത നമ്മളുടെ ചിന്തയായിട്ട് സമരസപ്പെടണം, അഥവാ സിംഗ്രണൈസ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് നമ്മൾ ആ വാർത്ത വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങളുടെ സുഹൃത്തുക്കൾക്കിടയിൽ ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഇതിൽ നിന്നുമാണ് ഈ ലൈഫ് ലൈൻ കേരള ട്രസ്റ്റ് എന്ന ഈ സ്ഥാപനം ഉടലെടുത്തു. പരസ്പര കൂട്ടായ്മയിലൂടെ മരണം, വിവാഹം, രോഗങ്ങൾ എന്നിവയ്ക്ക് സഹായം നൽകുന്ന കൈത്താങ്ങ് പദ്ധതിയാണ് ട്രസ്റ്റ് നടത്തുക. 300 പേർക്ക് ചികിത്സാ സഹായമായി 1000 രൂപ വീതം സമ്മേളനത്തിൽ വിതരണം ചെയ്തു. ട്രസ്റ്റിന്റെ ആപ്പ് CPM ഏരിയ സെക്രട്ടറി AP പ്രിനിൽ സ്വിച്ച് ഓൺ ചെയ്തു. ഫാദർ ജോസഫ് തട്ടാരശ്ശേരി, മാനേജിംഗ് ട്രസ്റ്റി ലെനിൻ ജോർജ്, ഞാറക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി രാജു, സിപ്പി പള്ളിപ്പുറം, ജെയ്മോൻ ആക്കനത്ത്, അനിൽ പ്ലാവിയൻസ്, ജിജു ജേക്കബ്, ജോബി സാമുവൽ, ജോണി വൈപ്പിൻ, അബ്ദുൾ ഗഫൂർ എന്നിവർ സംസാരിച്ചു.